ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ജാനുവരി സെഷൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, പി ജി സർട്ടിഫിക്കറ്റ്, UG PG പ്രോഗ്രാമിനൊക്കെ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഇഗ്നോയ്ക്കകത്ത് BEd എടുക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ അല്ല, എൻട്രൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് എങ്ങനെയാണ് BEdന് ജോയിൻ ചെയ്യേണ്ടത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫീസ് എത്രയാവും, എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഡ്യൂറേഷൻസ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇഗ്നോയ്ക്കകത്ത് BEd ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുൾ വീഡിയോ തന്നെ കാണണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്തോട്ട് വരിക. അവിടെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അലേർട്ട് സെക്ഷനിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും അഡ്വർടൈസ്മെൻറ്റ് ഫോർ അഡ്മിഷൻ അനൗൺസ്മെൻറ്റ് ഫോർ PhD, BEd, BSc നഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് ഫോർ ജാനുവരി 2024 സെഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് BEd ആയതുകൊണ്ട് തന്നെ BEdൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് BEd അഡ്മിഷൻ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ കഴിയും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് കാണുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോയ്ക്കകത്ത് ഒരുപാട് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിലും BEdന് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എൻട്രൻസ് എഴുതി പാസ്സായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ എൻട്രൻസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2024 ജാനുവരി 7 ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും കൂടി ഉണ്ട്. അതും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടിയതിന് ശേഷം മാത്രമാണ് BEdൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ വരുന്നത് നമ്മൾ എന്താ പറയുക, ഡിഗ്രി പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു PG പ്രോഗ്രാമിനോ നമുക്ക് 50% കൂടുതൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ വരുന്നത് നമ്മളൊരു എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ ഒരു ട്രെയിൻഡ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അതായത് ടീച്ചറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സ്പീരിയൻസ് വേണം എന്നാണ് പറയുന്നത്. എത്ര വർഷം വേണം എന്നൊന്നും പറയണമൊന്നുമില്ല. പക്ഷേ ട്രെയിൻഡ് ഇൻ സർവീസ് ടീച്ചേഴ്സ് ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ NCTA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം റെഗുലറായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് TTC, DLED അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് റെഗുലറായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ നമുക്ക് 3 കണ്ടീഷനാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ PGയിൽ 50% കൂടുതൽ മാർക്ക്. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ആണെന്നെങ്കിൽ 55% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കണം. ഈ ഒരു 3 കണ്ടീഷനും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോയ്ക്ക് BEdന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന 50% മാർക്കും 55% മാർക്കും ഒക്കെ SC ST അതുപോലെ തന്നെ OBC നോൺ ക്രിമിനൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 5% റിലാക്സേഷൻ കിട്ടും. അതായത് ഈ പറഞ്ഞേക്കുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 45% ഡിഗ്രിക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവർക്കും BEdന് അപ്ലൈ ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഏജിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഏജ് ബാറോ കാര്യങ്ങളൊന്നും ഇഗ്നോയ്ക്കില്ല. നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും ഇഗ്നോയ്ക്കകത്ത് BEdന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എൻട്രൻസ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മെറിറ്റ് ബേസിസിൽ മാത്രമാണ് സീറ്റ് കിട്ടുള്ളൂ. എൻട്രൻസ് എഴുതി പാസ്സായ എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല. മെറിറ്റിൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, എൻട്രൻസിന് അപ്ലൈ ചെയ്യണം. എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ട സൈറ്റും കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 12 തുടങ്ങിയതാണ്. ഡിസംബർ 12 തൊട്ടിട്ട് ഡിസംബർ 31 വരെ നിങ്ങൾക്ക് എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ ഫീസ് വരുന്നത് 1000 രൂപയാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഇതൊക്കെ വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജാനുവരി 31 വരെ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളും ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ 12 നമുക്കന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അന്ന് തൊട്ടിട്ടേ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്ന് തൊട്ടിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് വന്നത് 31 ഡിസംബർ ആണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് 7 ആണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് അവർ അലോട്ട് ചെയ്യുന്ന സെൻറ്റർ ആയിരിക്കും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തുനിന്നൊന്നും എക്സാം എഴുതാൻ പറ്റില്ല. എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഹോൾ ടിക്കറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, അതായത് മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും എക്സാം ഹാളിൽ കയറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കോമൺ അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഗ്നോയുടെ BEd അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എലിജിബിലിറ്റി നോക്കുക. എലിജിബിലിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രൻസിൽ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31 ആണ്. ഫീസ് 1000 രൂപ വരും. 7 തീയതിയാണ് എൻട്രൻസ് എക്സാം. അത് പാസ്സായി കഴിഞ്ഞാൽ മെറിറ്റ് ബേസിൽ നമുക്ക് സീറ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ BEd അഡ്മിഷൻ പോർട്ടൽ ലിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോർട്ടലിലോട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ BEd ജോയിൻ ചെയ്ത് കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് എത്ര ഫീസ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലും ഈ ഒരു പോർട്ടലിനകത്ത് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഗ്നോയ്ക്കകത്ത് BEd ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഉണ്ടെന്ന്. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നോയുടെ തന്നെ വേറൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്രോഗ്രാം ഇൻഫോർമേഷൻ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്നത്. അവിടെ നമുക്ക് BEdൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് മിനിമം ഡ്യൂറേഷൻ 2 ആണ്, മാക്സിമം ഡ്യൂറേഷൻ 5 ഇയർ വരെയാണ്. കോഴ്സിൻ്റെ ഫീസ് ഏകദേശം 55,000 വരും. മിനിമം ഏജും മാക്സിമം ഏജും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എലിജിബിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ പ്രോസ്പെക്ടസ് തന്നെ ഡൗൺലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോസ്പെക്ടസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് നമുക്ക് എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്, അതായത് BEdനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളത് അറിയാനുണ്ടെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയല്ല നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം, അതായത് എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം സ്റ്റാർട്ടിംഗ് സ്റ്റേജും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസിന് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് 1000 രൂപയെന്ന് ഓൾറെഡി പറഞ്ഞു. അത് നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ BEdൻ്റെ എൻട്രൻസിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൻട്രൻസിന് അപ്ലൈ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ BEdൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, അതായത് ഈ പറഞ്ഞേക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ലിങ്ക് ആണെങ്കിലും പ്രോസ്പെക്ടസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ചാനലും കൂടി ഷെയർ ആക്കുന്നുണ്ട്. ആവശ്യമുള്ളത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എൻട്രൻസിന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്